സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? ഞാനിന്നിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ചെടി 10 മണിച്ചെടി നടാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അതിനായിട്ട് വേസ്റ്റ് കുപ്പി, നമുക്ക് ഉപയോഗം ഇല്ലാണ്ട് കിടക്കുന്ന കുപ്പികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 5 കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കുപ്പി നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കണം, രണ്ടാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് കൈയൊന്നും മുറിയാതെ മുറിക്കണം. വളരെ ശ്രദ്ധിക്കണം. നല്ല മൂർച്ചയുള്ള ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തു. ഇനി അതിൻ്റെ നമ്മൾ പേപ്പർ കളഞ്ഞെടുക്കണം. ഇനി ഞാനതിനകത്ത് കുറച്ച് പെയിൻറ്റ് ഇവിടെ ഇരിക്കണ്ട കേട്ടോ. വീടിന് അടിക്കാവുന്ന പെയിൻറ്റുകളിൽ കുറച്ച് ഇരുന്നേലൊക്കെ കൂടി കൂടുതലുള്ളത് നോക്കി ഇപ്പോൾ റെഡ് കുറച്ച് ഇരിക്കണ്ട കേട്ടോ. അപ്പം ഞാനത് കുപ്പികളുമേക്ക് അടിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നിന് ഇതിനും അടിച്ചു കൊടുത്തു. നല്ല രണ്ട് പ്രാവശ്യം അടിച്ചു കേട്ടോ. കുപ്പിമേയായിട്ട് പിടിക്കാണ്ടായില്ല, 2 പ്രാവശ്യം അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു പൈപ്പാണ് കേട്ടോ. പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇത്ര ഭാഗം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരട്ടായി വെച്ച് നമ്മൾ കെട്ടിയേക്കണേ. അപ്പോൾ വരട്ടായി ബാക്കിയുള്ളതിനെ കണ്ടിച്ച് കളയാം. എന്നിട്ട് നമ്മൾ പൈപ്പ് ചട്ടിക്കകത്ത് ഇറക്കി വെക്കാൻ കേട്ടോ. ചട്ടിക്കകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ചട്ടിക്കകത്ത് നമ്മൾ പൈപ്പ് എടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതിന് ഹോളിടണം. അതിന് ഹോളിട്ടിട്ട് വേണം വയർട്ടൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വേണം അത് പൈപ്പുമ്മേ പിടിപ്പിക്കാനായിട്ട്. സോൾഡർ കൊണ്ടാട്ടോ ഞാൻ ഹോൾ പിടിപ്പിക്കണത്. സോൾഡർ എനിക്ക് പണ്ടേ ഉണ്ടായതായിരുന്നു, ഒരുപാട് വർഷത്തേതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് തയ്ക്കാനും എംബ്രോയ്ഡറി വർക്കിനും ഒക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതാണ് കേട്ടോ. അത് വെച്ച് ഞാൻ ഹോളൊക്കെ ഉണ്ടാക്കി, എല്ലാത്തിനും അടിവശം ഹോളുണ്ടാക്കി. പിന്നെ പൈപ്പിമ്മ പിടിപ്പിക്കാനായിട്ട് 2 ഹോള് അടുപ്പിച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വയർ ടൈ കടത്തിക്കൊണ്ടാണ് കേട്ടോ ഈ പൈപ്പിമ്മ പിടിപ്പിക്കാൻ പോണത്. അപ്പം ഞാൻ അതിനായിട്ട് വയർ ടൈ വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് ലോക്ക് ചെയ്യാണ് കേട്ടോ. അപ്പം വയർ ടൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വലിച്ചു കഴിയുമ്പോൾ ലോക്കാവും. എളുപ്പമാണ് കേട്ടോ. വയർ ടൈ വെച്ച് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് സെറ്റ് ചെയ്തു. ഇനി അങ്ങനെ ഞാൻ 3 വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. 3 വെച്ചിട്ട് ഒരു സ്ഥലത്ത് 3 വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ 3 സൈഡിലേക്കും ഓരോന്നായിട്ടിരിക്കും. അങ്ങനെ 3 വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് 3 ലെയർ വെക്കാനുള്ള കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് വെക്കാം, അടി വരെ നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ അത്ര ചെയ്യുന്നുള്ളൂ. ഇനിയും കുപ്പികൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് താഴേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതിനകത്ത് എല്ലാത്തിലും മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കണേ. പോട്ടി മിക്സ് എല്ലാത്തിലും നിറച്ചിട്ട് നമ്മൾ തീരെ നിറക്കില്ല, ഒരു 3/4 ഭാഗം നമ്മൾ നിറച്ച് കൊടുക്കാനായിട്ട് എല്ലാത്തിലും. അപ്പോൾ നിറച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് 10 മണി നമുക്ക് നട്ട് കൊടുക്കണം എല്ലാത്തിലും. ഇതിനകത്ത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ
മണലിന് പോരാൻ ഞാൻ ഇച്ചിരി എന്തുട്ടാണ് എംസാൻ്റെ ഇച്ചിരി കൂട്ടിയുണ്ട് കേട്ടോ. പഴയ കിടന്ന എംസാൻ്റെ ഇങ്ങനെ ഒഴുകി കിടന്ന എംസാൻ്റാണ് കേട്ടോ. അതിനെ കൂട്ടി കളർത്തിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ മണ്ണിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് 10 മണിയുടെ തലപ്പ് നട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ് നമ്മൾ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ നനച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഇത് 2 ദിവസത്തേക്ക് നമ്മൾ സൈഡിലേക്ക് നീക്കി വെക്കണം, വെയിൽ അധികം കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേരൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെയിലത്തേക്ക് നീക്കി വെക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ചട്ടിയിൽ ഞാനിത് വെക്കാനുള്ള കാരണം ചെടി നമുക്ക് എവിടേക്കുള്ള മാറ്റി ഒതുക്കിയൊക്കെ വെക്കാം. മഴക്കാലം വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റും. അതുപോലെ പൂ ഉണ്ടാവണമെങ്കിൽ നമുക്ക് വെയിലത്തേക്ക് വെച്ച് ഒതുക്കി വെക്കാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നീക്കി എവിടേക്കുള്ള നമുക്ക് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.